بسم الله الرحمن الرحيم الله ورسوله وجهاد أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. മനസ്സഹോദരന്മാരെ, സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, സർവശക്തനായ രാജാതിരാജനായ അർശിൻ്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കാൻ, അവൻ്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ പകർത്തി അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർത്തിച്ച് ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുന്നു. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങളിൽ നിന്നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധ ചെലുത്തുക, അതിനും റബ്ബ് നമ്മെ സഹായിക്കട്ടെ. പുണ്യഭൂമിയിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ച് ആ ഭൂമിയുടെ ബഹുമതിയെ പരിഗണിച്ച്, ആ ഭൂമി അള്ളാഹു ആദരിച്ച ഭൂമിയാണെന്നതോർത്ത് അതിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷ കട്ടികൂടുമെന്നതോർത്ത്, അതിൽ ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലം വർദ്ധിക്കുമെന്നതോർത്ത് ആ പുണ്യഭൂമിയുടെ അദബ് മര്യാദ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അതിനും അള്ളാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, നാം ഇവിടെ ഈ സന്ദർഭത്തിൽ പതിവ് പോലെ ചർച്ച ചെയ്യേണ്ടത് വഴിക്ക് വഴിയായി കഴിഞ്ഞ ക്ലാസ്സിൽ അൽ അഖായിദ് വിശ്വാസപരമായ കാര്യങ്ങൾ എന്നതാകുമ്പോൾ ഈ ക്ലാസ്സിൽ അൽ ഇബാദാത്ത് ആരാധന കർമ്മങ്ങൾ എന്നതാണല്ലോ. ആരാധന കർമ്മങ്ങൾ എന്ന തലക്കെട്ടിലൂടെ ഏതാനും ക്ലാസ്സുകൾ ഇവിടെ നാം നടത്തിക്കഴിഞ്ഞു. അതിലൂടെ പല കാര്യങ്ങൾ അടിസ്ഥാനപരമായി നാം ഗ്രഹിച്ചു കഴിഞ്ഞു. നടപ്പാക്കുക എന്നതിലുള്ള വീഴ്ച നികറ്റൽ മാത്രമാണ് നമ്മിൽ നിന്നിട്ട് ഉണ്ടാവേണ്ടത്. അറിവിൻ്റെ കുറവോ കേൾക്കുന്നതിൻ്റെ കുറവോ ഒന്നും നമ്മളിലില്ല. തുടർച്ചയായി പലരും നിങ്ങളിൽ ദശവർഷങ്ങൾ ക്ലാസ് കേൾക്കുന്നവരാണല്ലോ. എന്നിരിക്കുമ്പോൾ വീഴ്ച വരാതെ കഴിവിൻ്റെ പരമാവധി നമ്മിൽ നിന്നുള്ള ഓരോ വ്യക്തികളും, സഹോദരന്മാരാവട്ടെ സഹോദരികളാവട്ടെ, ഇത് ബാധ്യതയാണ്, ഇത് ചുമതലയാണ്, ഇത് ഉത്തരവാദിത്വമാണ്, ഇത് ചോദിക്കപ്പെടുന്നതായ കാര്യമാണ് എന്നതോർത്തുകൊണ്ട് നാം ഓരോരുത്തരും കേൾക്കുന്നതിൽ നിന്നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ ഓരോ ആഴ്ചയിലും പുരോഗതി പകർത്തുന്നതിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കാൻ ശ്രദ്ധ ചെലുത്തുക. ഇതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക ഫസൗഫ തുസ്അലൂൻ. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ സമൂഹത്തിനുമുള്ളതായ സ്മരണയാണ്, സ്മരിക്കാനുള്ള ഭാഗമാണ്, ദിക്റാണ്, പഠിക്കാനുള്ള ഭാഗമാണ് എന്ന് മാത്രമല്ല, നിങ്ങളോട് പരലോകത്തിൽ ചോദിക്കപ്പെടുന്ന കാര്യമാണത്. ഇങ്ങനെയുള്ള ഒരു ഖുർആൻ നിങ്ങളിലേക്ക് ഞാൻ ഇറക്കിയില്ലേ? ആ ഖുർആനിനെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിൽ നിയോഗിക്കപ്പെട്ടതായ ദൂതർ വിവരിച്ച് തന്നില്ലേ? അവരുടെ കാലഘട്ട ശേഷം അവരിൽ നിന്നിട്ട് നേരിട്ട് ഏറ്റെടുത്തതായ സഹാബാക്കൾ അത് വിശദീകരിച്ചില്ലേ? അങ്ങനെ തലമുറകളായി വരുന്നവരിലൂടെ നിങ്ങൾ ജീവിച്ച യുഗങ്ങളിൽ നിങ്ങളിലേക്ക് അതെത്തിയില്ലേ? നിങ്ങളോട് ഞാൻ ഏറ്റെടുത്തതുപോലെ അല്ലാഹു
ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആനിനെ, ഈ ഗ്രന്ഥത്തെ, ഈ ലോകാത്ഭുത ഗ്രന്ഥത്തെ നാം ഇറക്കിയത്, അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ് എന്ന് ഏറ്റെടുത്തതുപോലെ ഓരോ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഓരോ യുഗത്തിൽ അന്ത്യനാൾ വരേക്കും അതിനെ ഞാൻ സംരക്ഷിച്ചു കൊണ്ടേ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അത് പഠിക്കാനുള്ളതായ മാധ്യമങ്ങളും ചുറ്റുപാടുകളും ക്ലാസ്സുകളും CD-കളും നെറ്റുകളും മാധ്യമങ്ങളും ഓരോ യുഗങ്ങളിൽ അനിവാര്യമായ ശൈലിയിൽ ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി തന്നിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ അതെന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയില്ല എന്ന് പരലോകത്തിൽ ചോദിക്കപ്പെടുമെന്നാണ് അതിൻ്റെ അർത്ഥം. സൗഫ തുസ്അലൂൻ, നിങ്ങളോട് ചോദിക്കപ്പെടും എന്നാണ് റബ്ബ് പറഞ്ഞത്. വളരെ ഗൗരവത്തോടു കൂടി ഗൗനിക്കേണ്ടതായ ഒരു ശൈലിയും വാക്കുമാണ് റബ്ബിൻ്റെ വാക്ക്. അതെ, അപ്പോൾ എന്ത് വേണ്ടി വരും? നാം കഴിവിൻ്റെ പരമാവധി കേൾക്കുന്നതിനെ ജീവിതത്തിൽ പകർത്തി കേൾക്കാത്തവരിൽ നിന്നിട്ട് വ്യത്യസ്തരായി ജീവിക്കാൻ വേണ്ടി പാടുപെടേണ്ടി വരും. അതെ, ലോകത്തിൽ പലരുമുണ്ട്, ഇവിടെ ജീവിക്കുന്നവർ പലരുമുണ്ട്, പല ഇനങ്ങളാണ്. കേൾക്കുന്നവരും അപ്രകാരം തന്നെ പരിപാടികൾ ഉണ്ടാക്കുന്നവരും സമ്മേളിക്കുന്നവരും സമ്മേളനം ഉണ്ടാക്കുന്നവരും കേൾപ്പിക്കുന്നവരും എത്തിച്ചു കൊടുക്കുന്നവരും പല രൂപത്തിൽ പല ശൈലിയിൽ ബാധ്യതകൾ ഏറ്റെടുക്കുന്നവരെല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങൾ കേട്ടതിനെ പരലോകത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ കേട്ടതിനെ ഞങ്ങൾ ചിന്തിച്ച് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി പകർത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന ദുഃഖവാർത്ത, ഖേദവാർത്ത, അല്ലെങ്കിൽ ദുഃഖത്തോടു കൂടി ഖേദത്തോടു കൂടി വിരൽ കടിച്ചുകൊണ്ട് കൈ കടിച്ചുകൊണ്ട് നരകത്തിൻ്റെ ആളലുകൾ പാളലുകൾ കാണുന്ന വേളയിൽ പറയുന്ന രംഗത്തെ ഒന്ന് ഓർത്താൽ മതി. റബ്ബുണർത്തുന്ന ശൈലിയാണത്. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ ഫഅതറഫൂ ബിദംബിഹിം ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. വഖാലൂ, അവർ പറയുന്നതാണ്, നരകപ്പുള്ളികൾ, നരകത്തിൽ വന്നുരുകുന്നവര്, അവരെ ശിക്ഷയിൽ വേദനപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അങ്ങുമിങ്ങും മറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വേളയിൽ, അതിൽ നീന്തിക്കൊണ്ടേയിരിക്കുന്ന വേളയിൽ അവർ പറയുന്ന വാക്കായിട്ട് ഖുർആൻ പറയുന്നു സൂറത്തുൽ മുൽക്കിൽ. പരിശോധിച്ച് നോക്കുക. വഖാലു, അവർ പറയുന്നതാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, നാം കേൾക്കുന്നതോടൊപ്പം നാം കേൾക്കുകയും കേട്ടതിനെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ നന്മ വശങ്ങളെ മനസ്സിലാക്കിയെടുത്തുകൊണ്ട്, അഥവാ വിശദീകരണത്തിലൂടെ മനസ്സിലാക്കാം, ഞങ്ങൾ അമല് കൂടി ചെയ്തിരുന്നുവെങ്കിൽ മാ കുന്ന ഫീ അസ്ഹാബിസ് സഈർ, ഇപ്പോൾ ഈ വന്തുരുകുന്ന ഈ ഗതികേടിൻ്റെ ജീവിതമാകുന്ന നരക അഗ്നിയിൽ ഞങ്ങൾ പെടുകയില്ലായിരുന്നേനെ എന്ന് അവർ പറയും. അള്ളാഹു ചോദിക്കുന്നു, ഫഅതറഫൂ ബിദംബിഹിം, ഇപ്പോഴാണ് അവർ സമ്മതിക്കുന്നത് കുറ്റം. എപ്പോൾ? നരകത്തിലേക്ക് എത്തുമ്പോൾ അവർ കുറ്റം സമ്മതിക്കുന്നതാണ്. ഫഅതറഫൂ ബിദംബിഹിം, അള്ളാഹു പറയുന്നു ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ, ഭൂമിയിൽ ജീവിച്ച വേളയിൽ പരീക്ഷ ഹാളിൽ അവർ മുമ്പിൽ എന്തും ചെയ്യാം, ഏത് നല്ലത് സെലക്ട് ചെയ്യാം, വടക്കൊഴിവാക്കാം, എല്ലാ നിലക്കും അവർക്ക് ഞാൻ സൗകര്യം ചെയ്തു കൊടുത്ത, അതിനുള്ള ത്രാണമുള്ള, കഴിവുള്ള, തൻ്റെ ഇടമുള്ള, സാമ്പത്തിക ശേഷിയുള്ള, ശാരീരിക ശേഷിയുള്ള, ആരോഗ്യമുള്ള ആ കാലഘട്ടത്തിൽ, ആ സന്ദർഭത്തിൽ ഭൂമിയിൽ വെച്ചിട്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാതെ, പഠിക്കേണ്ടത് പഠിക്കാതെ, കേൾക്കേണ്ടത് കേൾക്കാതെ ഇവിടെ വന്നിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് കുറ്റം സമ്മതിക്കുന്നവരോട് റബ്ബ് പറയുന്നു, സുഹ്ഖൻ, നിങ്ങൾക്ക് ശാപം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിങ്ങൾ ദൂരപ്പെട്ടവർ, ബുഅദൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഫസുഹ്ഖൻ ലിഅസ്ഹാബിസ് സഈർ, നരകവാസികൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് കോപം, ശാപം, ആ ഇനത്തിൽ നമ്മെ അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ആരെക്കുറിച്ചാണ് കേട്ടത്? ആരെക്കുറിച്ചായി പറഞ്ഞത്? സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യം ഖുർആൻ പറയുകയാണ്. ഇവിടുന്ന് കേട്ടത് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താതെ അവിടെ ഖേദിക്കും. ഇവിടെ തന്നെ ചാൻസ് ഉണ്ട്, പകർത്താൻ ചാൻസ് ഉണ്ട്, ആരോഗ്യമുണ്ട്, നമസ്കരിക്കാൻ ആരോഗ്യമുണ്ട്, നോമ്പ് പിടിക്കാൻ ആരോഗ്യമുണ്ട്, ക്ലാസ് കേൾക്കാൻ ആരോഗ്യമുണ്ട്, ഇവിടെ നമ്മുടെ കുട്ടികളെ ഇസ്ലാമീകരിക്കാൻ ആരോഗ്യമുണ്ട്, അതിന് സാമ്പത്തിക ശേഷിയുണ്ട്, കഴിവുണ്ട്. ഇതെല്ലാം ഉള്ളതോടുകൂടി അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ ഇവിടെ നിന്ന് കേട്ടതോടൊപ്പം പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താതെ അത് ഒഴിവാക്കി വെച്ച ശേഷം, ഒഴിവാക്കിയത് കാരണത്താൽ പരലോകത്തിലേക്ക് എത്തുമ്പോൾ ശിക്ഷിക്കപ്പെടുന്ന വേളയിൽ അവിടെ നിന്ന് കൈകടിച്ച് വിരൽ കടിച്ച് പറയുന്ന രംഗമാണ് ഖുർആൻ വിവരിക്കുന്നത്.
സൂചിപ്പിക്കുന്നത്. അതിനു മുമ്പ് ഖുർആൻ ഇവിടെ പല തവണ പല ശൈലിയിൽ സൂചിപ്പിച്ചതാണ്. എന്ത്? സൗഫ തുസ്അലൂൻ, അല്ലെങ്കിൽ ഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക വസൗഫ തുസ്അലൂൻ, നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും, നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ മടക്കി പറഞ്ഞുകൊണ്ടേയിരുന്ന വാർത്ത നമുക്കറിയാവുന്നതാണ്. സഹോദരന്മാരെ, സഹോദരികളെ, അതെ, നാം എന്തു പറഞ്ഞു? കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ആരാധന എന്ന വിഷയം പറഞ്ഞ വേളയിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആരാധന എന്ന സബ്ജക്റ്റ് ചർച്ച ചെയ്തതായ വേളയിൽ ഖുർആനിൽ ഇബാദത്ത് എന്ന പദം 140 തവണ മടങ്ങി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതെ, അതുപോലെ തന്നെ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായ 70ഓളം കൃത്യമായിട്ട് പെട്ടെന്ന് നോക്കിയ നോട്ടത്തിൽ കണ്ടതായ ഭാഗം 69 ഹദീസ് സഹീഹായത് തന്നെ വേണമെങ്കിൽ നമുക്ക് വിശദീകരിച്ച് പറയാൻ പറ്റുന്ന ഭാഗമാണത്. ഇബാദത്ത്, ആരാധന. അതെ, അപ്രകാരം തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ സൂചിപ്പിച്ചതിൽപ്പെട്ടതാണ്. ചിലപ്പോൾ കുറിപ്പിൽ കയറി കാണുകയില്ല, കാരണം കുറിപ്പുണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ അൽ ഇബാദ എന്ന തലക്കെട്ട് നൽകിയും കൊണ്ടുള്ള 1-2 ക്ലാസ് ഇവിടെ നടത്തിയത് എന്നത് നിങ്ങൾക്കറിയാം. അവിടെ നാം പറഞ്ഞു, പ്രാർത്ഥന എന്ന പദപ്രയോഗം, അതിൻ്റെ മുസ്തഖാത്തുകൾ ഉൾക്കൊള്ളുന്നതായ ഭാഗങ്ങൾ 112 തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിൽ 40 തവണ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന അർത്ഥം കുറിക്കുന്നതായ പദപ്രയോഗവും ഖുർആനിലുണ്ട്. അതെ, അപ്പോൾ ഒരന്ത്യ തീരുമാനം ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന എന്നതാണ്. പ്രാർത്ഥന അതാണ് ആരാധന. ഇതിനെക്കുറിച്ച് നാം പണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വിശദീകരണത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്നില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അള്ളാഹുവിന് സമർപ്പിക്കുന്നതായ ആരാധനകളിലെല്ലാം എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്. ഇത് നാം പഠിച്ചതാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് കിതാബ് ഓതേണ്ട ആവശ്യമില്ല, കോളേജിൽ പഠിക്കേണ്ട ആവശ്യമില്ല, ക്ലാസ് കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി. ഒരാൾ സക്കാത്ത് കൊടുക്കുന്നത് എന്തിനാണ്? സക്കാത്ത് കൊടുക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിൻ്റെ അകത്തിൽ നിന്നിട്ട് പൊങ്ങി വരുന്ന തേട്ടം എന്താണ്? റബ്ബേ, നീ എന്നോട് കൽപ്പിച്ച നിർബന്ധ കൽപ്പന ഇതാ ഞാൻ വീട്ടുന്നു. നീ എന്നെ പരലോകത്തിൽ സക്കാത്ത് കൊടുക്കാതെ സ്വർണവും വെള്ളിയും ഡോളറും കാശും പൂഴ്ത്തി വെക്കുന്നവരെ ശിക്ഷിക്കും, നരകം കൊണ്ട്, തീ കൊണ്ട്, അവർക്ക് തീ കൊണ്ട് പരലോകത്തിൽ അവർ സൂക്ഷിച്ചു വെച്ചതിന് അത് തന്നെ മാലയാക്കി മാറ്റും. ഖിയാമത്ത് നാളിൽ അവർ ലുബ്ധരായ ആവാൻ കാരണമായി തീർന്നതായ സമ്പത്തുകളെ അവർക്ക് തീയാലുള്ള മാലയാക്കി മാറ്റുമെന്നത് ഞാൻ കേട്ടത് കൊണ്ടും പഠിച്ചത് കൊണ്ടും അങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് റബ്ബേ ഞാൻ ഈ സക്കാത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നീ എന്നിൽ നിന്നിട്ട് ഇത് സ്വീകരിക്കണം, എന്നെ ശിക്ഷയിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തണം. അങ്ങനെയുള്ള ഒരു തേട്ടമില്ലേ മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ? നോമ്പ് പിടിക്കുമ്പോൾ വ്രതം അനുഷ്ഠിക്കുന്നത് എന്തിനാണ്? വ്രതം അനുഷ്ഠിക്കുക എന്നത് അള്ളാഹു കൽപ്പിച്ച കൽപ്പനയാണ്. മറ്റുള്ള ഉമ്മത്തുകളൊക്കെ വ്രതമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റമളാനിലുള്ള വ്രതം നമുക്ക് നിർബന്ധമായ ഭാഗമാണ്. അള്ളാഹ് നിർബന്ധമാക്കിയതായ റമളാൻ നോമ്പിൽ നിന്നിട്ട് ഒരു നോമ്പിനെ ഒരാൾ റമളാനിൽ നഷ്ടപ്പെടുത്തിയാൽ, ഇസ്ലാം അനുവദിച്ച ഒരു കാരണവുമില്ലാതെ നഷ്ടപ്പെടുത്തിയാൽ, കൊല്ലം മുഴുവനും നോമ്പ് പിടിച്ചാൽ അതിന് പകരമായി മാറുകയില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ തത്വം ഓർത്തുകൊണ്ട് റബ്ബേ, ഞാനിതാ ശിക്ഷയിൽപ്പെടാതിരിക്കാൻ വേണ്ടി, നിന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വ്രതം അനുഷ്ഠിക്കുന്നത്, ഞാൻ നോമ്പ് പിടിക്കുന്നത്. അതുകൊണ്ട് നീ എന്നിൽ നിന്നിട്ട് സ്വീകരിക്കണമേ രക്ഷിതാവേ എന്നൊരു തേട്ടമില്ലേ? നോമ്പ് പിടിക്കുമ്പോൾ വെറുതെ പട്ടിണി കിടക്കുകയാണോ ചെയ്യുന്നത്? വെറുതെ പ്രയാസപ്പെടുകയാണോ ചെയ്യുന്നത്? നോമ്പിലൂടെ അല്ല, തേട്ടമുണ്ട്. സക്കാത്തിലൂടെയാണെങ്കിലും നോമ്പിലൂടെയാണെങ്കിലും ഹജ്ജിലൂടെയാണെങ്കിലും നമസ്കാരത്തിൽ എന്നതുപോലെ ഏത് സൽക്കർമ്മങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം ഒരു മുസ്ലിം എന്ന നിലക്ക് അവൻ ചെയ്യുന്ന കൽപ്പനകൾ, അള്ളാഹിന്റെ കൽപ്പനകൾക്കുള്ളതായ ആ അനുസരണമാണ് വരുന്നതെങ്കിൽ, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളാണ് വിട്ടു നിൽക്കുന്നതെങ്കിൽ അതിലെല്ലാം അവൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്?
തേട്ടമുണ്ട്. അതാണ് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന അൽ ഖൗലുൽ ഫസ്ൽ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അന്ത്യ തീരുമാനം, അവസാന തീരുമാനം, മൊത്തത്തിൽ നാം മനസ്സിലാക്കേണ്ട മെയിൻ പോയിന്റ് ഈ വിഷയം പറയുന്ന വേളയിൽ എന്നതാണ്. അതെ, അതുകൊണ്ട് തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്കതിന് തെളിവായിട്ട് ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ആയത്തും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞ വേളയിൽ മടക്കി പറയുന്നതിന് കാരണവും പറഞ്ഞു. എന്തുകൊണ്ട്? നിങ്ങൾക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖുർആൻ ഈ വിശുദ്ധ ഫുർഖാൻ അലീം വിശദീകരിച്ച് തരുന്ന വേളയിൽ ആ വിശദീകരിക്കുന്ന തഫ്സീറിനുള്ള പ്രത്യേകത എന്താണെന്ന് ഞാൻ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. തഫ്സീർ നാം എന്ത് പറഞ്ഞു? ഖുർആനിലൂടെ ഖുർആൻ വിശദീകരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കട്ടിയുള്ള തഫ്സീർ. ഖുർആൻ വിശദീകരിക്കുകയാണെങ്കിൽ വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന വാക്കിനെ ഞാൻ എന്ത് പറഞ്ഞു? വിശദീകരിച്ചു പള്ളിയിൽ നടന്നതായ ക്ലാസ്സിലൂടെ. യഖീൻ വരുന്നത് വരെ നീ എന്ത് വേണം? യഖീൻ വരുന്നത് വരെ നീ ആരാധിക്കണം, നീ നമസ്കരിക്കണം. എന്നാൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കേൾക്കാൻ പോകുന്നത് പോലെ ഈ അനിസ്ലാമിക തരീഖത്തിന്റെ ഉടമകളായ വിഭാഗം ഞങ്ങൾക്കിപ്പോൾ യഖീന് വന്നു കഴിഞ്ഞു, നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതായ കള്ള തരീഖത്തിന്റെ ശൈഖന്മാരൊക്കെ കേരളത്തിലും ലോകത്തിൽ പലയിടങ്ങളിലുമുണ്ട്. അങ്ങനെയുള്ള തത്വം ശരിയല്ല. ഒരു മനുഷ്യന് തക്ലീഫ് ഉയർത്തപ്പെടുന്ന രംഗം വരുന്നില്ല. ഇവിടെ ഒരാൾക്ക് തക്ലീഫ് 14, 13, 12 അല്ലെങ്കിൽ 15 വയസ്സാകുമ്പോൾ തക്ലീഫ് ഉണ്ടായി കഴിഞ്ഞാൽ, കീർത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിർബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് ബോധമുണ്ടോ, ബുദ്ധിയുണ്ടോ? എന്നാൽ അവൻ ആരാധിച്ചു കൊണ്ടേയിരിക്കണം, അവൻ നമസ്കരിച്ചു കൊണ്ടേയിരിക്കണം, അവന്റെ തക്ലീഫ് ഉയർത്തപ്പെടുകയില്ല. അല്ലേ? അതെ, അതിന് അവിടെ അർത്ഥം യഖീൻ എന്ന വാക്കുകൊണ്ട് അർത്ഥം അത് മരണമാണ് എന്ന് നാം പറഞ്ഞു. അല്ലേ? എന്തിലൂടെ? അതിന് ആ മരണമാണ് എന്ന അർത്ഥം എവിടുന്ന് നാം പഠിച്ചു? ഖുർആനിൽ നിന്നിട്ട് തന്നെ പഠിച്ചു. ഏതാണ് അതായത്ത്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ ഹത്താ അതാനൽ യഖീൻ. ഇത് മസലകകും ഫീ സഖർ. അവിടെ എത്തുമ്പോൾ ഇവിടെ മദീനയിലും മക്കയിലും ലോകത്തിൽ പലയിടങ്ങളിലും മുസ്ലിങ്ങളുടെ കൂടെ താമസിച്ച മനുഷ്യന്മാർ, മുസ്ലിങ്ങളുടെ റൂമിൽ താമസിച്ച മനുഷ്യന്മാർ, മുസ്ലിങ്ങളായി അഭിനയിച്ച മനുഷ്യന്മാർ അവിടെ എത്തുമ്പോൾ സഖറിൽ വെന്തുരുകയാണ്. സഖർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നരകമാണ്, നരകത്തിന്റെ പേരാണത്. സഖറിൽ വെന്തുരുകയാണ്. അപ്പോൾ ഇവിടെ അവരെ കണ്ട് പരിചയമുള്ള കൂട്ടുകാർ ചോദിക്കുകയാണ്. ഏത് കൂട്ടുകാർ? മുസ്ലിം കനേഷ്മാരിയായിട്ട് എണ്ണി മുസ്ലിമിന്റെ പേര് വിളിച്ച് പരിചയമുള്ള ആ വ്യക്തികൾ ചോദിക്കുകയാണ്, എന്ത്? മാസലക്കും ഫീ സഖർ. ഞങ്ങളുടെ കൂടെ നിങ്ങൾ, ഉദാഹരണത്തിന് കേട്ടാ, മദീനയിൽ എൻ്റെ കൂടെ റൂമിൽ താമസിച്ച ആളല്ലേ നിങ്ങൾ, ഉദാഹരണത്തിന് കേട്ടോ, അല്ല നിങ്ങളെ കുറിച്ച് പറയല്ല, അനുസ്കരിക്കാത്ത ആളെ കുറിച്ച്, നോമ്പ് പിടിക്കാത്ത ആൾ, അള്ളാന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ കുറിച്ച്. എന്താ നിങ്ങളിവിടെ സഖറിലേക്ക് എത്തി? പണ്ട് ഞങ്ങളോട് കൂടി മുസ്ലിങ്ങളുടെ അണിയിൽ, മുസ്ലിങ്ങളുടെ എണ്ണത്തിലായിരുന്നല്ലോ നിങ്ങളെ പെടുത്തിയിരുന്നത്, ഇവിടേക്ക് എങ്ങനെ എത്തി എന്ന് ചോദിക്കുമെന്ന് ഖുർആൻ എന്തെങ്കിലും പറയല്ല. മാസലകക്കും ഫീ സഖർ. നിങ്ങളെ സഖറിലേക്ക് എങ്ങനെയാണ് കടത്തപ്പെട്ടത്, എത്തിയത്? നിങ്ങൾ സഖറിലേക്ക് തെളിക്കപ്പെട്ടത് എന്തിലൂടെയാണ്? ഖാലൂ, അവർ മറുപടി പറയുന്നതാണ്, ലം നകു മിനൽ മുസല്ലീൻ. അതെ, നിങ്ങളോടൊപ്പം മുസ്ലിങ്ങളായി ഞങ്ങൾ അഭിനയിച്ചത് മാത്രം, ഞങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. നിങ്ങൾ പള്ളിയിലേക്ക് നിസ്കാരത്തിന്റെ സമയത്ത് പോകുമ്പോൾ, കട പൂട്ടി പോകുമ്പോൾ, ഞങ്ങൾ കട പൂട്ടിയിട്ട് റൂമിലേക്കാണ് പോയത് കണ്ടുകൊണ്ടിരിക്കുന്ന അശ്ലീലം പൂർത്തിയാക്കാൻ. ഞങ്ങൾക്ക് നിസ്കാരം പരിചയമില്ല. ഒരു ഉദാഹരണം മാത്രം. അതുപോലെ ആര് ചെയ്തു, ആര് കാട്ടി, അവരൊക്കെ അതിൽ പെടും എന്നല്ലാതെ ഒരു പ്രത്യേക വകുപ്പ് ഉദ്ദേശിച്ച് ഞാൻ പറയല്ല. അള്ളാഹുവിന്റെ ശൈലിയാണ് ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ അവശർക്ക് ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. മതം പൊട്ടി ജീവിക്കുന്ന വിഭാഗം അവരുടെ ജീവിതം മുഴുവനും കാര്യമായ ജീവിതമാക്കാതെ കളിയാക്കി മാറ്റി, വിനോദമാക്കി മാറ്റി, ഫിലിംസുകളും വിനോദാഭാസങ്ങളും പൈകിളി സാഹിത്യങ്ങളും കൂന്താട്ടങ്ങളും തോന്നിവാസങ്ങളും കളവുകളും വഞ്ചനകളും കളിയാക്കി മാറ്റിയ വിഭാഗം ഖായിദീൻ. അവരോടുകൂടി ഞങ്ങളും, അവർ കാട്ടുമ്പോൾ ഞങ്ങളും കാട്ടി ജീവിച്ചു. ഇതിനെല്ലാം കാരണം ഞങ്ങൾക്ക് പരലോകത്തിൽ വേണ്ടത്ര വിശ്വാസം ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ അതിനെ കളവാക്കലായിരുന്നു. തൊള്ള കണ്ടു പറയില്ല. പക്ഷേ മുഹമ്മദ് ഹാജി, കമ്മ്യൂണിസ്റ്റ് മുഹമ്മദ് ഹാജി, നിരീശ്വരവാദിയായ മുഹമ്മദ് ഹാജി, യുക്തിവാദിയായ ഹബീബാജി, അങ്ങനെയാണ്. മനസ്സിലായില്ലേ? പേരൊക്കെ നല്ല 1ാം നമ്പർ, ഇസ്സുദ്ദീൻ, ഖമറുദ്ദീൻ, ശംസുദ്ദീൻ,
എങ്ങനെയൊക്കെയായിരിക്കും പേര്. അവിടെ എത്തുമ്പോൾ നരകത്തിലും. ആ സന്ദർഭത്തിൽ അവർ പറയുന്നതാണ് ഹത്താ അതാനൽ യഖീൻ, ഞങ്ങൾക്ക് മരണമാസന്നമാകുന്നത് വരേക്കും ഞങ്ങൾ അങ്ങനെ മതം പൊട്ടി ജീവിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിലേക്ക് എത്തിയതെന്ന് പറയും. അവിടെ യഖീന്റെ അർത്ഥം എന്താണ്? മരണം വരെ. അപ്പോൾ ആദ്യം പറഞ്ഞ ആയത്തിൽ യഖീന്റെ അർത്ഥം എന്താണ്? മരണം വരെ ആരാധിക്കണം എന്നതാണ്. ഏത്? ഉഅ്ബുദ് റബ്ബക. മനസ്സിലാകുന്നുണ്ടല്ലോ? സ്പീഡായി പോകുന്നുണ്ടോ? ഉഅ്ബുദ് റബ്ബക, നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക. ഹത്താ യഅതിയക, നിങ്ങൾക്ക് ആസന്നമാകുന്നത് വരെ. അൽ യഖീൻ എന്താണ്? മരണമാസന്നമാകുന്നവരെ. അപ്പോൾ ഖുർആൻ കൊണ്ട് ഖുർആന്റെ വിശദീകരണം ഒരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെ ഖുർആൻ ധാരാളമുണ്ട്. ഖുർആൻ കൊണ്ട് ഖുർആന്റെ വിശദീകരണം വരികയാണെങ്കിൽ അത് ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന തഫ്സീറാണത്. അത് കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന രണ്ടാമത്തെ തഫ്സീർ, അത് ഖുർആനിന്റെ വിശദീകരണം ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്ന നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സുന്ദരമായ വായിലൂടെ, ആ പ്രവാചക പ്രഭുവിന്റെ പ്രവചനത്തിലൂടെയാണ് മുസ്ലിം ലോകത്തിന് കിട്ടിയതെങ്കിൽ, അത് തെളിയിക്കപ്പെട്ട് സ്ഥിരീകരിക്കപ്പെട്ട് നമുക്ക് വന്നിരിക്കുകയാണെങ്കിൽ ആ തഫ്സീർ ഏറ്റവും ശക്തിയുള്ള തഫ്സീറുമാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? തഫ്സീറിന്റെ രണ്ടാമത്തെ ഭാഗം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള തഫ്സീറിലൂടെയാണ് നാം ഇപ്പോൾ പ്രാർത്ഥന ആരാധനയാണ് എന്ന അർത്ഥം പഠിക്കുന്നത്. അതാണ് അള്ളാഹു പറയുന്ന ഭാഗം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പോലെ അല്പം കഴിഞ്ഞാൽ. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു പറയുന്നു, وقال ربكم ادعوني استجب لكم. റബ്ബ് പറഞ്ഞു, നിങ്ങൾ എന്നോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ ഞാൻ മാത്രമാണുള്ളത്. ആർക്കും ഉത്തരം ചെയ്യാൻ അധികാരം ഞാൻ കൊടുക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നോടാണെന്ന് പറയും പോലെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വേണമെങ്കിൽ ആരോട് പ്രാർത്ഥിക്കണം? എന്നോട് പ്രാർത്ഥിക്കണം. ഉദ്ഉനി അസ്തജിബ് ലക്കും. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിന് തൊട്ട് ആരെങ്കിലും അഹങ്കാരികളായി മാറുകയാണെങ്കിൽ, അപ്പോൾ ആദ്യം പറഞ്ഞതായ പ്രാർത്ഥന അതെന്താണ്? ആരാധനയാണ്. ആരെങ്കിലും എന്നോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറയുന്നതിന് പകരം ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ദുആഇ എന്നല്ല പറഞ്ഞത്. ശ്രദ്ധിക്കുക, ആദ്യം പറഞ്ഞ ദുആ ആണ്. എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നോട് അഥവാ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറയുന്നതിന് പകരം ആരെങ്കിലും എന്നെ ആരാധിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യം പറഞ്ഞ പ്രാർത്ഥന അത് ആരാധനയാണ് എന്ന്. ഇത് എങ്ങനെ മനസ്സിലായി? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ പറഞ്ഞതായ അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന പദപ്രയോഗം നടത്തിയ ശേഷം നിങ്ങൾ ഓതുക ഈ ആയത്ത് എന്ന് പറഞ്ഞു. അഥവാ ഈ ആയത്തിന്റെ വിശദീകരണമാണ് അത് എന്ന് റസൂൽ നമുക്ക് പഠിപ്പിക്കും പോലെ. അല്പം കഴിഞ്ഞ് വീണ്ടും വിശദീകരണം കേൾക്കാം. ഇവിടെ കഅബുൽ അഹ്ബാർ റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് കണ്ടു ഇബ്നു കഥീറിൽ. അദ്ദേഹം കഅബുൽ അഹ്ബാർ എന്ന പദപ്രയോഗം കേൾക്കുമ്പോൾ അഭ്യസ്തവിദ്യരും ഹദീസ് ഗ്രന്ഥങ്ങൾ പഠിക്കാൻ പരിശ്രമിക്കുന്നവരും ഒക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തള്ളിപ്പറയപ്പെടുന്നതായ റിപ്പോർട്ടകന്മാരിൽ പെട്ട ആളാണ് കഅബുൽ അഹ്ബാർ. അറിയൽ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ തള്ളിപ്പറയപ്പെടുന്നതായ നമ്മുടെ നേതാക്കളുണ്ട്. അതിലൊന്ന് അബൂ ഹുറൈറ. ചില മതം പൊട്ടി ജീവിക്കുന്ന ദീനിന്റെ ABCD അറിയാത്ത മുഹദ്ദിസീങ്ങളായി അഭിനയിക്കുന്നതായ ചില വിഭാഗമുണ്ട്. അങ്ങനെയുള്ള വിഭാഗം, അതായത് അള്ളാഹനെ പേടിയില്ലാത്ത, അള്ളാഹനെ പേടിയുള്ളവര് അള്ളാഹു കീഴടങ്ങണം, അനുസരിക്കണം, എൻ്റെ കൽപ്പനക്ക്, എൻ്റെ ദൂതരുടെ കൽപ്പനക്ക് എന്ന വാക്ക് അങ്ങനെ തന്നെ വിഴുങ്ങി അത് നടപ്പാക്കേണ്ടതാണ്. എന്നല്ലാതെ ബുദ്ധിക്ക് ചോദിച്ചെങ്കിൽ സ്വീകരിക്കാം, അല്ലാത്ത തള്ളാന്ന് പറഞ്ഞാൽ പറ്റൂല. അങ്ങനെയുള്ള വിഭാഗം അള്ളാഹുവിനെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. നമുക്ക് പ്രയാസം കൊണ്ട് പറയാണ്, അങ്ങനെയുള്ള വിഭാഗം അബൂ ഹുറൈറയെ തള്ളിപ്പറയും. എന്തുകൊണ്ട്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിലൂടെയാണ് നല്ലൊരു ശതമാനം റസൂലുള്ളാഹിയുടെ നബി വചനം നമ്മളിലേക്ക് എത്തിയത്. അപ്പോൾ അയാളെ തള്ളിപ്പറഞ്ഞാൽ ഈ ദീനിൻ്റെ ഹദീസിൻ്റെ മൂന്നിലൊരു ഭാഗം തള്ളാൻ അവരിലൂടെ അവർക്കത് സഹായകമായി മാറും. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ അതിനുശേഷം വന്ന സുഹ്രിയെ തള്ളിപ്പറയുന്ന ആളും കുറവല്ല. ഇമാം സുഹ്രി താബിഈങ്ങളിൽ പെട്ട ആളാണ്. അത് അബൂ ഹുറൈറ സഹാബിയാണ്. മനസ്സിലായില്ലേ? അബൂ ഹുറൈറയെ തള്ളിപ്പറയും പോലെ
തള്ളിപ്പറയുന്നു സുഹുരിയെ. അപ്രകാരം കാബുൽ അഹ്ബാറിന്റെ ഹദീസിനെ സ്വീകരിക്കാത്തവരുണ്ട്. അത് എനിക്ക് അഭിപ്രായമില്ല. കാബുൽ അഹ്ബാർ എന്ന വ്യക്തി യഹൂദിയായിരുന്നില്ല എന്ന്. അദ്ദേഹം പണ്ട് യഹൂദിയായിരുന്നു. യഹൂദികൾ എന്നിട്ട് മുസ്ലിമായവർ ഇവിടെ മദീനയിൽ ജീവിച്ച് സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങിയവരുണ്ടായിട്ടുണ്ട്. റസൂലുള്ള മുഖത്തോട് മുഖം നോക്കിയിട്ട് നിങ്ങൾ സ്വർഗപ്പുള്ളിയാണെന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ജൂതനാണ് അസലിൽ. ആരാണത്? ആരാ പറഞ്ഞ? അബ്ദുല്ലാഹിബ്നു സലാം. അത് കേട്ടില്ലേ? അബ്ദുല്ലാഹിബ്നു സലാം. അബ്ദുല്ലാഹിബ്നു സലാമിനെ ഞാൻ പലപ്പോഴും ഇവിടെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അദ്ദേഹം അബ്ദുല്ലാഹിബ്നു സലാം ജൂതനായിരുന്നു. ജൂതൻ എന്ന് പറഞ്ഞാൽ സാധാരണ ജൂതനല്ല, ജൂത പണ്ഡിതൻ. തൗറാത്തും ഇഞ്ചീലൊക്കെ മനപ്പാടമുള്ള ജൂത പണ്ഡിതൻ. അദ്ദേഹം സ്വർഗപ്പുള്ളിയായി റസൂലുള്ള പരിചയപ്പെടുത്തിയ വ്യക്തിയാണ്. അതുപോലെ ഇദ്ദേഹം യമനിയാണ്, യമൻ ജൂതനായിരുന്ന വ്യക്തിയാണ്. പിന്നെ മദീനയിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടത്തിൽ വന്ന ആളാണ്. അദ്ദേഹം സത്യം പറയുന്ന ആളാണ്. അദ്ദേഹം സിഖത്താണ്, കള പറയുന്ന ആളല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഹദീസ് ബുഖാരിയിലും മുസ്ലിമും റിപ്പോർട്ടായി വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പേര് ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട്. പല ആവശ്യാർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു ഇമാമുകൾ തുർമുദിയെ പോലത്തവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ പോകുന്നത് പോലെ പറഞ്ഞു വരുന്നത് ഈ കാബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉള്ളതായ ഒരു റിപ്പോർട്ട് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്. നേരത്തെ കേട്ടതായ ആയത്തിന്റെ വിശദീകരണത്തിലായിരിക്കാം. ഉഅ്തിയത് ഹാദിഹിൽ ഉമ്മ തലാസ. ഉഅ്തിയത് ഹാദിഹിൽ ഉമ്മ തലാസ. ഈ ഉമ്മത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് 3 കാര്യം. ലം തുഅതഹുന്ന ഉമ്മത്തുൻ ഖബ്ലഹ. ഈ സമൂഹത്തിനല്ലാതെ വേറെ ഒരു ഉമ്മത്തിനും, മൂസയുടെ ഉമ്മത്തിനോ ഇബ്രാഹിമിന്റെ ഉമ്മത്തിനോ അല്ലെങ്കിൽ ഇസ്മായിലിന്റെ ഉമ്മത്തിനോ ഏത് ഉമ്മത്തിനും നൽകപ്പെട്ടിട്ടില്ല. അലൈഹിമുസ്സലാം. എന്തൊക്കെയാണത് കേട്ടോളി. കാന ഇദാ അർസലല്ലാഹു നബിയ്യൻ ഖാല ലഹും അൻത ഷാഹിദ. ഏത് നബിയെ അള്ളാഹുവും കാലഘട്ടത്തിൽ നിയോഗിക്കുകയാണെങ്കിൽ ആ നബിയോട് പറയും, നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തുകൾക്ക് സാക്ഷിയായി വരും പരലോകത്തിൽ. അൻത ഷാഹിദുൻ അലാ ഉമ്മത്തിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തുകളോട് പറഞ്ഞിട്ടില്ല പണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അതേ സമയത്ത് വഖാല അല്ലാഹു ലനാ, നമ്മോട് റബ്ബ് പറയുകയുണ്ടായി, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലയോ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ, മുൻഗാമികൾക്ക് സാക്ഷികളായിട്ട് നിങ്ങളെ അവിടെ ഹാജരാക്കപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മറ്റു ഉമ്മകൾ നിന്നിട്ട് വ്യതിചലിച്ചു പോകുന്നവരും അതുപോലെ നല്ല റൂട്ടിലേക്ക് പോകുന്നവരും വ്യത്യസ്തപ്പെട്ടതായ ചിന്താഗതിക്കാർ പരലോകത്തിൽ അല്ലാഹുവിന്റെ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്നതായ വേളയിൽ ഈ ഉമ്മത്തുകളെ അവിടെ ഈ ഉമ്മത്തുകളുടെ നേതൃത്വത്തെ വരുന്നത് പോലെ തന്നെ ഹാജരാക്കപ്പെടും. എന്നിട്ട് ഈ ഉമ്മത്തുകളെ കൊണ്ട് അവിടെ സാക്ഷി നിർത്തപ്പെടും. ചെറിയ രംഗമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, കോർട്ടിലേക്ക് എത്തുന്ന വേളയിൽ പലപ്പോഴും ഇവിടെ സൗദി അറേബ്യ പോലത്തെ അറബ് രാഷ്ട്രത്തിൽ താമസിക്കുമ്പോൾ കോടതിയിലേക്ക് പോകേണ്ട ആവശ്യം വന്നിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഓർമ്മ വന്നിരിക്കാം സാക്ഷിയെ കൊണ്ടുവരാൻ ഖാദി പറയുന്ന രംഗം. നമ്മുടെ നാട്ടിലേക്ക് അതൊക്കെ അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമല്ലെങ്കിലും ഇവിടെ സാക്ഷിയെ കൊണ്ടുവരുന്ന വേളയിൽ പ്രത്യേകിച്ച് പ്രധാന പ്രശ്നമാണെങ്കിൽ ഒരു സാക്ഷിക്ക് അയാൾ നല്ല മനുഷ്യനാണെന്ന് തെളിയിക്കുന്ന വേറെ 2 ആളെ കൊണ്ടുവരണം. ഒരു സാക്ഷിയെ കൊണ്ടുവന്നാൽ 2 സാക്ഷിയാണ് ഒരു പ്രശ്നത്തിന് വേണ്ടി വരിക. പക്ഷെ ഈ 2 സാക്ഷിക്ക് എന്ത് വേണം? ഓരോ സാക്ഷിക്ക് 2. അയാളെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, അയാൾ നിസ്കരിക്കുന്ന ആളാണ്, അയാൾ തോന്നിവാസിയല്ല, അയാൾ കളവ് പറയുന്ന ആളല്ല എന്ന് തെളിയിക്കുന്ന 2 ആൾ വരണം. അങ്ങനെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമാണെങ്കിൽ കോർട്ടിൽ കാണുക. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കോർട്ടിലേക്ക് ഖാദിയുടെ മുമ്പിൽ അങ്ങും ഇങ്ങും റൈഫിളും പിടിച്ചുകൊണ്ട് പോലീസ് നിൽക്കുന്ന രംഗത്തിൽ ഖാദിയുടെ മുമ്പിൽ സാക്ഷിയായി കൊണ്ടുവരപ്പെടാന്ന് പറയുന്ന രംഗം നോർത്തു നോക്കുക. പ്രയാസപ്പെട്ട രംഗമല്ലത്, പ്രയാസമുണ്ടാകുന്ന രംഗമല്ലത്. മനുഷ്യന്മാരുടെ മുമ്പിലാണ്, കാറ്റിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിലാണത്. അള്ളാഹിന്റെ മുമ്പിലോ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ കോർട്ടിൽ ലാ തസ്മഉ ഇല്ലാ ഹംസാ മുഹ്തിഈന മുഖ്നിഇ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദതുഹും ഹവാ.
കണ്ണു താഴ്ത്തിയും കൊണ്ട് വിനയത്തോടു കൂടി ഭയത്തോടു കൂടി പേടിയോടുകൂടി വിറച്ചുകൊണ്ട് അവരുടെ ഹൃദയം പറക്കും പോലെ പേടിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗമാണത് കൂട്ടരെ. ആ സന്ദർഭത്തിലാണ് റബ്ബ് പറയുന്നത്, മറ്റു ഉമമുകൾ വ്യത്യസ്തപ്പെട്ടതായ ചിന്താഗതികളുമായി മറ്റു ഉമമുകൾ അവിടെ ഹാജരാക്കപ്പെടുന്ന വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അവർക്ക് തെളിവായിട്ട്, അഥവാ ഞാൻ ഗ്രന്ഥങ്ങൾ അയച്ചിട്ടുണ്ട്, ഞാൻ നബിമാരയച്ചിട്ടുണ്ട്, ഞാൻ പ്രബോധകന്മാരയച്ചിട്ടുണ്ട്, അവരെല്ലാം ഓരോ ഉമ്മത്തുകൾക്കും എത്തിക്കേണ്ടതുപോലെ എത്തിച്ചിട്ടുണ്ട്. അതിലൊന്നും ആരും തന്നെ ഉമ്മത്തുകൾ നബിമാര് വീഴ്ച വരുത്തിയിട്ടില്ല എന്നത് തെളിയിക്കാൻ വേണ്ടി ഖുർആനിലൂടെ ആ തത്വം പഠിച്ച, ഖുർആനിലൂടെ ആ തത്വം ഗ്രഹിച്ച, ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ തത്വം പഠിച്ച ഈ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ അവിടെ ഹാജരാക്കാൻ ജമാഅത്തിന് എത്തിയിട്ടില്ലെങ്കിലാണ്. ജമാഅത്തിൽ നിന്നിട്ട് 1 or 2 റക്അത്ത് പോയാൽ പ്രയാസം വരും ചിലപ്പോൾ. അത് ഈമാനിൻ്റെ കട്ടി അനുസരിച്ചിട്ട് പ്രയാസം കൂടുകയും കുറയുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, നമ്മുടെ മതത്തിൽ, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് നാം ഹറജിനെ, പ്രയാസത്തെ, ലീഖിനെ, പണ്ടുള്ള ഉമ്മമുകൾക്ക് മറ്റേ മറിയമിൻ്റെ ചരിത്രത്തിൽ അലൈഹിസ്സലാം നാം ഖുർആനിലൂടെ പഠിച്ചതുപോലെ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ മിണ്ടൂല എന്ന് പറയുന്നതിന് പകരം മിണ്ടാതിരിക്കുക എന്നുള്ളത് അവരുടെ നോമ്പാണെന്നാണ്. അപ്പം പണ്ടുള്ള ഉമ്മത്തുകൾ എന്നിട്ട് ചിലരുടെ നോമ്പ് എന്താണ്? നമുക്ക് അങ്ങനെ നോക്കാനുള്ള കൽപ്പനയാണ് അള്ളാഹ് നൽകുന്നതെങ്കിലോ അള്ളാഹ് കൽപ്പിച്ചാൽ ചെയ്യേണ്ടി വരും. പക്ഷെ അള്ളാഹ് നമ്മോട് അങ്ങനെ കൽപ്പിച്ചില്ല. വല്ല അഴുക്ക് വസ്ത്രത്തിലുണ്ടായാൽ അത് മുറിക്കാനാ പറഞ്ഞത്, നമ്മളോട് അങ്ങനെ കൽപ്പിച്ച് കഴുകാനാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നമ്മോട് തൗബ ചെയ്യാൻ പാശ്ചാത്പിക്കാനാ പറഞ്ഞത്. അള്ളാഹു ബനൂ ഇസ്രായേലികളോട് തൗബ ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങളെ തന്നെ വെട്ടിക്കളയുക, കൊല്ലുക, ഉഖ്തുലൂ അൻഫുസക്കും എന്നാ പറഞ്ഞത്. അവർക്ക് ഒരു അത്രയും വാക്ക് പാലിക്കാത്ത മഹാക്രൂരന്മാരായിരുന്നു ആര്? ബനൂ ഇസ്രായേലികൾ, ഇന്നത്തെ ഇസ്രായേലികളുടെ വലിയപ്പന്മാർ. മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ലഘൂകരിച്ച് തന്നു നമ്മുടെ മതത്തെ. ഈ പദം നമ്മളോട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറഞ്ഞു. അതുപോലെ തന്നെ കഅബുൽ അഹ്ബാറിന്റെ റിപ്പോർട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. വകാന യുഖാലു നബിയ്യു ഉദ്ഉനി, നബി സല്ലല്ലാഹു ഓരോ നബിമാരോടും പറയാറുണ്ടായിരുന്നു, ദൂതരെ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ എന്ന് പറയാറുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുമെന്ന് ദൂതന്മാരോട് അവരാദരിച്ചുകൊണ്ട് അവരോട് മാത്രം പറയും എന്നല്ലാതെ ഉമ്മത്തുകളോട് പറയാറുണ്ടായിരുന്നില്ല. ആ പദപ്രയോഗം നടത്താറുണ്ടായിരുന്നില്ല മറ്റു ഉമ്മത്തുകളോട്. അതേ സമയത്ത് ഈ ഉമ്മത്തിനോട് അല്ലാഹ് എന്ത് പറഞ്ഞു? ഉദ്ഉനി അസ്തജിബ് ലക്കും, എൻ്റെ അടിമകളായ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാനാണ് മറുപടി നൽകുക. ശ്രേഷ്ഠതയല്ലേ, ബഹുമതിയല്ലേ, മറ്റുള്ളവർക്ക് കിട്ടാത്തതല്ലേ? ഓർക്കണം, നമ്മെ ഏതെല്ലാം രൂപത്തിൽ അല്ലാഹു ആദരിച്ചു, മറ്റു ഉമ്മമുകളേക്കാൾ, മറ്റു സമൂഹത്തേക്കാൾ. സുബ്ഹാനല്ലാഹ്. അതെ, മഹാനായ ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ വിഷയം. നുഅ്മാൻ ഇബ്നു ബശീറിനെ തൊട്ട്, ഇന്ന ദുആഅ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. സുമ്മ ഖറഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നേരത്തെ കേട്ട തന്നെയാണ്. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയുണ്ടായി, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എന്നെ ആരാധിക്കുന്നതിനെ തൊട്ട്, അഥവാ എന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നതിനെ തൊട്ട് അതിന് എന്നെ കിട്ടൂല. നിന്നോട് പ്രാർത്ഥിക്കും, ഷിട്ടികളോട് പ്രാർത്ഥിക്കും, നിന്നോട് പ്രാർത്ഥിക്കും, അയ്യപ്പനോട് പ്രാർത്ഥിക്കും, നിന്നോട് പ്രാർത്ഥിക്കും, മൊയ്തീൻ ഷേഖിനോടും റിഫായ ഷേഖിനോടും എല്ലാ ഷേഖന്മാരോടും എല്ലാ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരോടും പ്രാർത്ഥിക്കും എന്ന് പറയുന്ന ആ വിഭാഗത്തോടുള്ള പറയുന്നു, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായിട്ട് നിങ്ങൾ എൻ്റെ ജഹന്നമിലേക്ക് വലിച്ചെറിയപ്പെടും. നിന്ദ്യരായിട്ട്, നികൃഷ്ടരായിട്ട്. എത്ര തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞു? 40 തവണ ഖുർആനിൽ ആരാധന, പ്രാർത്ഥന എന്ന അർത്ഥം കുറിക്കുന്ന പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. 112 തവണ ഇബാദത്ത് എന്ന പദത്തിന്റെ മുഷ്തഖാത്തുകൾ ചർച്ച ചെയ്ത ഖുർആൻ. അപ്പോൾ നമ്മോട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നിങ്ങൾ സാക്ഷികളാണ് എന്ന് പറഞ്ഞു. മറ്റു ഉമ്മമുകളോട് നിങ്ങൾ സാക്ഷികൾ എന്ന് പറഞ്ഞിട്ടില്ല. മറ്റാരോടാ പറഞ്ഞത്? അവരുടെ നബിമാരോട് മാത്രമാണ്, ഉമ്മമുകളോടല്ല. അതുപോലെ തന്നെ
നബിമാരോട് പറയാറുണ്ടായിരുന്നു, പണ്ട് കാലഘട്ടങ്ങളിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, പ്രയാസഭാഗങ്ങൾ നാം നീക്കിവെക്കും, നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടത് എത്തിച്ചു കൊടുത്താൽ മതി, പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ഉമ്മകളെ മറ്റു നബിമാരെ അള്ളാഹു സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ നബിമാരെ കുറിച്ച് അങ്ങനെയല്ല, ഈ ഉമ്മത്തിനെ കുറിച്ച് അങ്ങനെയല്ല. ഈ ഉമ്മത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. സുബ്ഹാനല്ലാഹ്, പണ്ടുള്ള നബിമാരോടാ പറയൽ, നിങ്ങൾക്ക് ഹറജില്ല, പ്രയാസപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടുത്തൂല നിങ്ങളെ, ഞാൻ നിങ്ങളെ സഹായിക്കും എന്നൊക്കെ. നമ്മോട് റബ്ബുൽ ഇസ്സത്ത് ഉമ്മത്തിനോട് പറയുകയാണ്, അല്ലയോ മുഹമ്മദിനോട്, ഉമ്മത്തുകളെ, നിങ്ങൾക്ക് ഇറക്കിയ മതത്തിൽ ഞാൻ നിങ്ങളെ ലീഖ് നൽകിയിട്ടില്ല, പ്രയാസം നൽകിയിട്ടില്ല, ലളിതശൈലി, എളുപ്പശൈലി. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ. മനുഷ്യന് കഴിവുള്ളത് മാത്രമേ കീർത്തിക്കപ്പെട്ടിട്ടുള്ളൂ. എന്താ, 5 വക്ത് നിസ്കരിക്കാൻ വല്ല പ്രയാസമുണ്ടോ? നിസ്കരിക്കുന്നവർക്ക് പ്രയാസമില്ല, നിസ്കരിക്കാത്തവർക്ക് പ്രയാസമാണ്. നമസ്കരിപ്പിച്ച് പരിചയമുള്ളവർക്ക് 5 വക്ത് നമസ്കാരത്തിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു നമസ്കാരം പെടുമ്പോഴാണ് പ്രയാസം, നമസ്കരിക്കുമ്പോഴല്ല പ്രയാസം. നമസ്കാരം മുഅ്മിനീങ്ങൾക്ക് കൃത്യസമയത്ത് നമസ്കരിച്ചു കൂട്ടാനുള്ളതാണ്, എന്നെ സ്മരിക്കാനുള്ളതാണ് എന്ന വാർത്ത ഓർത്തു ജീവിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഹറജ്, അവന് ലീഖ് എപ്പോഴാണ്, അവന് പ്രയാസം എപ്പോഴാണ്? പള്ളിയിലേക്ക് എത്തിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ ജമാഅത്തിന് എത്തിയിട്ടില്ലെങ്കിലാണ്. ജമാഅത്തിൽ നിന്നിട്ട് 1 2 റക്അത്ത് പോയാൽ പ്രയാസം വരും ചിലപ്പോൾ. അത് ഈമാനിൻ്റെ കട്ടി അനുസരിച്ചിട്ട് പ്രയാസം കൂടുകയും കുറയുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, മാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. നമ്മുടെ മതത്തിൽ, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് നാം ഹറജിനെ, പ്രയാസത്തെ, ലീഖിനെ, പണ്ടുള്ള ഉമ്മകൾക്ക് മറ്റേ മറിയമിൻ്റെ ചരിത്രത്തിൽ അലൈഹിസ്സലാം നാം ഖുർആനിലൂടെ പഠിച്ചതുപോലെ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ മിണ്ടൂല എന്ന് പറയുന്നതിന് പകരം മിണ്ടാതിരിക്കുക എന്നുള്ളത് അവരുടെ നോമ്പാണെന്നാണ്. അപ്പം പണ്ടുള്ള ഉമ്മത്തുകൾ എന്നിട്ട് ചിലരുടെ നോമ്പ് എന്താണ്? നമുക്ക് അങ്ങനെ നോക്കാനുള്ള കൽപ്പനയാണ് അള്ളാഹ് നൽകുന്നതെങ്കിലോ അള്ളാഹ് കൽപ്പിച്ചാൽ ചെയ്യേണ്ടി വരും. പക്ഷെ അള്ളാഹ് നമ്മോട് അങ്ങനെ കൽപ്പിച്ചില്ല. വല്ല അഴുക്ക് വസ്ത്രത്തിലുണ്ടായാൽ അത് മുറിക്കാനാ പറഞ്ഞത്, നമ്മളോട് അങ്ങനെ കൽപ്പിച്ച് കഴുകാനാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നമ്മോട് തൗബ ചെയ്യാൻ പാശ്ചാത്പിക്കാനാ പറഞ്ഞത്. അള്ളാഹു ബനൂ ഇസ്രായേലികളോട് തൗബ ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങളെ തന്നെ വെട്ടിക്കളയുക, കൊല്ലുക, ഉഖ്തുലൂ അൻഫുസക്കും എന്നാ പറഞ്ഞത്. അവർക്ക് ഒരു അത്രയും വാക്ക് പാലിക്കാത്ത മഹാക്രൂരന്മാരായിരുന്നു ആര്? ബനൂ ഇസ്രായേലികൾ, ഇന്നത്തെ ഇസ്രായേലികളുടെ വലിയപ്പന്മാർ. മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ലഘൂകരിച്ച് തന്നു നമ്മുടെ മതത്തെ. ഈ പദം നമ്മളോട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറഞ്ഞു. അതുപോലെ തന്നെ കഅബുൽ അഹ്ബാറിന്റെ റിപ്പോർട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. വകാന യുഖാലു നബിയ്യു ഉദ്ഉനി. നബി സല്ലല്ലാഹു ഓരോ നബിമാരോടും പറയാറുണ്ടായിരുന്നു, ദൂതരെ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ എന്ന് പറയാറുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുമെന്ന് ദൂതന്മാരോട് അവരാദരിച്ചുകൊണ്ട് അവരോട് മാത്രം പറയും എന്നല്ലാതെ ഉമ്മത്തുകളോട് പറയാറുണ്ടായിരുന്നില്ല. ആ പദപ്രയോഗം നടത്താറുണ്ടായിരുന്നില്ല മറ്റു നബിമാരോട്, മറ്റു ഉമ്മത്തുകളോട്. അതേ സമയത്ത് ഈ ഉമ്മത്തിനോട് അല്ലാഹ് എന്ത് പറഞ്ഞു? ഉദ്ഉനി അസ്തജിബ് ലക്കും. എൻ്റെ അടിമകളായ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാനാണ് മറുപടി നൽകുക. ശ്രേഷ്ഠതയല്ലേ, ബഹുമതിയല്ലേ, മറ്റുള്ളവർക്ക് കിട്ടാത്തതല്ലേ? ഓർക്കണം, നമ്മെ ഏതെല്ലാം രൂപത്തിൽ അല്ലാഹു ആദരിച്ചു, മറ്റു ഉമ്മകളേക്കാൾ, മറ്റു സമൂഹത്തേക്കാൾ. സുബ്ഹാനല്ലാഹ്. അതെ, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ വിഷയം. നുഅ്മാൻ ഇബ്നു ബഷീറിനെ തൊട്ട്, ഇന്ന ദുആഅ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ثم قرأ رسول الله صلى الله عليه وسلم, നേരത്തെ കേട്ട തന്നെയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയുണ്ടായി, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നെ ആരാധിക്കുന്നതിനെ തൊട്ട്, അഥവാ എന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നതിനെ തൊട്ട് അതിന് എന്നെ കിട്ടൂല. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കും, ഷിട്ടികളോട് പ്രാർത്ഥിക്കും, നിന്നോട് പ്രാർത്ഥിക്കും, അയ്യപ്പനോട് പ്രാർത്ഥിക്കും, നിന്നോട് പ്രാർത്ഥിക്കും, മുജീദ് ഷേഖിനോടും റിഫായ് ഷേഖിനോടും എല്ലാ ഷേഖന്മാരോടും എല്ലാ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന
നിഷേധിക്കുന്ന മനുഷ്യന്മാരോട് പ്രാർത്ഥിക്കും എന്ന് പറയുന്ന ആ വിഭാഗത്തോടുള്ള പറയുന്നു, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായിട്ട് നിങ്ങൾ എൻ്റെ ജഹന്നമിലേക്ക് വലിച്ചെറിയപ്പെടും. നിന്ദ്യരായിട്ട്, നികൃഷ്ടരായിട്ട്. എത്ര തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞു, 40 തവണ ഖുർആനിൽ ആരാധന, പ്രാർത്ഥന എന്ന അർത്ഥം കുറിക്കുന്ന പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. 112 തവണ ഇബാദത്ത് എന്ന പദത്തിന്റെ മുഷ്തഖാത്തുകൾ ചർച്ച ചെയ്ത ഖുർആൻ 40 തവണ ആരാധന പ്രാർത്ഥനയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന പദപ്രയോഗം നടത്തിയതായിട്ട് കാണാവുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതെ, അതുകൊണ്ട് തന്നെ നാം പഠിക്കേണ്ട ശൈലിയാണ് ഇന്നത്തെ സബ്ജക്റ്റിൽ. എന്തുകൊണ്ടാണ് പ്രാർത്ഥന അത് ആരാധനയായി എന്ന് നമുക്കൊരു ചോദ്യം, എന്നിട്ട് മറുപടി കണ്ടെത്തണം. എന്തുകൊണ്ട് അങ്ങനെയായി? അങ്ങനെ ആവാൻ കാരണം അതിൽ 2 പ്രധാനപ്പെട്ട പോയിന്റ് അല്ലെങ്കിൽ അസാസ്, തറ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, അടിസ്ഥാനം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന് ഗായത്തുൽ ഹുബ്ബ്, രണ്ടാമത്തത് ഗായത്തുൽ ദുല്ലി വൽ ഖുദൂ'. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഈ 2ൽ നിന്നിട്ട് ഉത്ഭവിക്കുന്നതാണ് ഇഖ്ലാസ്. ഈ 2ഉം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നിട്ട് പ്രസവിച്ചുണ്ടാകുന്നതായ ഒരു സാധനമാണ് എന്ത്? ഇഖ്ലാസ്. അപ്പോൾ ഈ ഇഖ്ലാസ് ആരാധനയിലില്ലെങ്കിൽ ആരാധന സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നാം ചെറുപ്പത്തിലെ പഠിച്ചു വരുന്നുണ്ട് അല്ലേ? ആ ഇഖ്ലാസ് ഉണ്ടാവണമെങ്കിൽ അനിവാര്യമായ 2 പോയിന്റ് അല്ലെങ്കിൽ 2 അസ്ല്, 2 അസാസ്, 2 അടിസ്ഥാനം. എന്താണൊന്ന്? ഗായത്തുൽ ഹുബ്ബ്, അങ്ങേ അറ്റത്തേക്കെത്തിയ സ്നേഹം, അങ്ങേ അറ്റത്തേക്കെത്തിയതായ ആഴത്തിൽ സ്നേഹിക്കുക, ഗായത്തുൽ ഹുബ്ബ്. അതുപോലെ തന്നെ ഗായത്തുൽ ദുല്ലി വൽ ഖുദൂ', അങ്ങേയറ്റ സമർപ്പണബോധം, കീഴ്വണക്കം. ഒരു ഷിട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത സ്നേഹം, ഷിട്ടിയോട് കാട്ടാൻ പറ്റാത്ത സ്നേഹം, ഷിട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ കീഴ്വണക്കം. ഇത് 2 കൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഇഖ്ലാസ്, ആത്മാർത്ഥത വരും, അള്ളാഹ്ക്ക് മാത്രം എന്നത് വരും. ഈ അള്ളാഹ്ക്ക് മാത്രം എന്ന ഇഖ്ലാസ് അത് ഉണ്ടാവാൻ അനിവാര്യമായ ഈ 2 എണ്ണം അതിലുണ്ട്. എന്തിലുണ്ട്? ഇബാദത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇബാദത്ത്, ആരാധന, പ്രാർത്ഥന ആരാധനയായി മാറി എന്ന് ഞാൻ പറയാൻ കാരണം. പ്രാർത്ഥന എന്തുകൊണ്ട് ആരാധനയായി മാറി? ഏത് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ പ്രാർത്ഥനയിൽ എന്തുണ്ടാകുന്നു? അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ടല്ലേ? അള്ളാഹിനെ സ്നേഹിക്കുന്നെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ നിൽക്കുമോ? അല്ലേ? അള്ളാഹിനെ, റബ്ബേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിൻ്റെ സ്നേഹത്തെ ഞാൻ ചോദിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നിന്നോടുള്ളതായ അറിവ്, നിന്നോടുള്ള ഹുബ്ബ്, നിന്നോടുള്ള മഹബത്ത് നീ എനിക്ക് വർദ്ധിപ്പിച്ച് തരണം. അത് ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ സ്നേഹവും നിനക്ക് ഞാൻ സമർപ്പിച്ചു എന്നതിന് തെളിവെന്താണ്? സമർപ്പിച്ചത് നമ്മുടെ നേതാക്കൾ ഇവിടെ പിടിച്ചോ കഴുത്ത്, പിടിച്ചോ ചോര, പിടിച്ചോ മാംസം, പിടിച്ചോ തല, പിടിച്ചോ കരൾ, പിടിച്ചോ എന്നെ മുഴുവനും എനിക്ക് വേണ്ടത് നിന്റെ റിള, നിന്റെ പ്രീതിയാണെന്ന് പറയുന്ന രംഗത്തിലേക്ക് അവരെത്തി. എന്തുകൊണ്ട്? ആ സ്നേഹിക്കേണ്ടതുപോലെ അള്ളാഹിനെ അവർ സ്നേഹിച്ചു, സ്നേഹിക്കേണ്ടതുപോലെ അവർ അള്ളാഹുവിനെ സ്നേഹിച്ചു എന്നതുകൊണ്ടാണ്. അതെ, ഗായത്തുൽ ഹുബ്ബ്. ഈ ഗായത്തുൽ ഹുബ്ബിനെ കുറിച്ച് അല്ലദീ യസിലു ഇലാ ദറജത്തിൽ ഇബാദ, ആരാധനയുടെ ഗ്രേഡിലേക്ക് എത്തുന്ന മഹബത്ത്. ശ്രദ്ധിക്കണം. പലരും ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്, പലരും പലരെയും സ്നേഹിക്കുന്നുണ്ട്, പലരും ഷിട്ടികളെ സ്നേഹിക്കുന്നുണ്ട്, പലരും സ്നേഹം അതിരുവിട്ട് കടന്ന സ്നേഹം, ഷിട്ടികളെ സ്നേഹിച്ചിട്ട് ഉലൂ എന്ന സാലിഹീങ്ങളിലൂടെ ഉണ്ടാകുന്ന ഉലൂ നമുക്ക് പരിചയമുണ്ടല്ലോ അല്ലേ? ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഉലൂ. ഇത് ജൂത ക്രിസ്ത്യാനികൾ നശിച്ചത് അവരിൽ ഉലൂ ഉണ്ടായപ്പോഴാണ്. എന്താ ഉലൂ എന്ന് പറഞ്ഞാൽ? അമിതമാവുക. എന്തിൽ? സ്നേഹത്തിൽ അല്ലേ? അമിതമായി സ്നേഹിച്ചത് കൊണ്ട് ഉസൈർ അലൈഹിസ്സലാമിനെ അവർ എന്ത് ചെയ്തു? ആരാധിച്ചു, വിളിച്ച് പ്രാർത്ഥിച്ചു. അമിതമായി ഈസ നബിയെ സ്നേഹിച്ചത് കൊണ്ട് ലോക ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുന്നു? ഈസ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. അതാണ് അമിതമാവുക എന്ന് പറഞ്ഞാൽ. അമിത സ്നേഹത്തിലൂടെ വരുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അമിതം ഞാനിവിടെ പറയാറുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് സീസണിൽ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലേറ് നടത്തിയ വേളയിൽ ചെറിയ കല്ല് കയ്യിൽ പിടിച്ചിട്ട് എറിയുമ്പോൾ ഇത്ര വലിപ്പമുള്ളതാണ് എറിയേണ്ടത്, കടലക്ക മണിയുടെ അല്ലെങ്കിൽ ഫൂലിൻ്റെ അത്ര വലിപ്പമുള്ളതാണ് എറിയേണ്ടത്, ഇതിൽ കൂടുതൽ വലുതാവരുത്, വലുതാകുമ്പോൾ അത് അമിതമായി മാറുന്നു, അമിതമാവുക എന്ന അപകടം ചെയ്തത് കൊണ്ടാണ് പണ്ടുള്ള ഉമമുകൾ നശിച്ചത് എന്ന് അവിടെ പറഞ്ഞു. എവിടെ? മരിക്കാൻ പോകുന്നതിന് അല്പമാസങ്ങൾക്ക് മുമ്പ് നടത്തിയ അവസാനത്തെ വിടവാങ്ങലാകുന്ന ആ വിടവാങ്ങി ഹജ്ജിൽ പറഞ്ഞു. അതെ, മഹബത്ത് എന്ന പദം ഇന്ന് സംസാരത്തിൽ വിശദീകരണം വേണ്ടതുപോലെ പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും കേൾക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഇബാദത്ത് എന്ന തലക്കെട്ടിൻ്റെ കീഴിൽ നടക്കാൻ പോകുന്ന ക്ലാസ്സിൽ അള്ളാഹു തൗഫീഖ് നൽകിയാൽ ഭാവി ചെയ്യുന്നുമുണ്ട്. അതും നാം മനസ്സിലാക്കേണ്ട ഭാഗമാണ്. അതെ, അപ്പോൾ ഞാനീ പറയുന്നതായ മഹബത്ത് ഒരാളിലേക്ക് കയറുമ്പോൾ, യഥാർത്ഥ ഇബാദത്താകുന്ന മഹബത്ത് ഒരാളുടെ ഹൃദയത്തിലേക്ക് കയറുമ്പോൾ, ആ മഹബത്ത് കയറി കഴിഞ്ഞാൽ അവൻ സലഫ് സാലിഹീങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള സിഫത്തുകൾ ഉൾക്കൊണ്ടാളായി മാറി. ഇഷ്ടമുള്ളത് അവൻ സ്വീകരിക്കും, അല്ലാത്തതോട് വെറുപ്പ് വരും. എന്ന് മാത്രമല്ല, ദുനിയാവിനോട് മൊത്തത്തിലൊരു വെറുപ്പുണ്ടാകുന്നു. പരലോകത്തിലേക്ക് എത്തിച്ചേർക്കുന്നതായ നമ്മുടെ സബ്ജക്റ്റ് ആകുന്ന ഇബാദത്തിലേക്ക് അവൻ തുനിയുന്നു, ആവേശവും ഉന്മേഷവും അവൻ ഉണ്ടാകുന്നു. നമ്മുടെ പണ്ഡിതന്മാർ പണ്ട് ചൊല്ലിയതുപോലെ ഇമാം നവവി അദ്ദേഹത്തിൻ്റെ റിയാദുസ് സാലിഹിൻ്റെ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞതായി കാണുന്നു. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖുദ് ദുനിയ വഖാഫുൽ ഫിതനാ نظروا فيها ولما علموا أنها ليست لحي وطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا إن لله عبادا അള്ളാഹുവിനുണ്ട് ചില അടിമകൾ, ഫുതന, അവർ ബുദ്ധിജീവികളാണ്. തല്ലഖുദ്ദുന്യ, അവർ ഈ നശ്വര ജീവിതമാകുന്ന ദുനിയാവിനോട് 3 തലാഖ് ചൊല്ലിയവരാണ്, 3 തലാഖും ചൊല്ലിയവരാണ്. എന്തുകൊണ്ട്? ഖാഫുൽ ഫിതന, അപകടത്തെ ഭയപ്പെട്ടതുകൊണ്ട്. പണ്ട് അബൂ ഇസ്ഹാഖ് അൽ അൽബീരി എഴുത്തിയപ്പോൾ കുട്ടിയോട് പറഞ്ഞ അറാക തുഹിബ്ബു ഉർസൻ ദാത ഖിദ്രി അബത്ത തലാഖ ഹല്ലകി യാ സുബത്ത, നിന്നെ ഞാൻ കാണുന്നത് നീ ഒരു മടിയറയിലിരിക്കുന്ന പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ട്, അഥവാ ദുനിയാവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. അബത്ത തലാഖ ഹല്ലകി യാ സുബക്ത, ബുദ്ധിജീവികൾ 3 തലാഖും ചൊല്ലി ഒഴിവാക്കിയിട്ടുണ്ട് നിന്നെ നശിപ്പിച്ച ദുനിയാവിൽ നിന്നിട്ട് നമുക്ക് അവകാശമുള്ള അനിവാര്യമുള്ള കുട്ടികളെ വളർത്താൻ, ഭദ്രതയുള്ള ഒരു വീട് കെട്ടാൻ, ജീവിതം ഇസ്ലാമീകരിച്ച് തള്ളിക്കൊണ്ടുപോകാൻ ആവശ്യമുള്ളതായ സമ്പത്തും ആവശ്യമുള്ളതായ ഡോളറും ആവശ്യമുള്ളതായ സമ്പാദ്യം അനിവാര്യമാണ് എന്നതല്ലാതെ ദുനിയാവിനെ പൂജിക്കൽ, ഡോളറിനെ പൂജിക്കൽ, അതിനു വേണ്ടി ജീവിക്കൽ അതും നമ്മുടെ ജോലിയല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കയറേണ്ടതുപോലെ അള്ളാഹിനോടുള്ള മഹബത്ത് ഹൃദയത്തിൽ കയറിയവരുടെ സ്വഭാവമായിട്ട് നാം നമ്മുടെ നേതാക്കളിലൂടെ പഠിച്ച ശൈലിയാണത്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖുദ് ദുനിയ വഖാഫുൽ ഫിതനാ നളറൂ ഫീഹാ വലമ്മ അലിമൂ അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. അവരിങ്ങനെ ചിന്തിച്ചു, പഠിച്ചു നോക്കി ദുനിയാവിനെ കുറിച്ച്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ച് ഇത് ജീവിക്കാൻ പറ്റിയ ലോകമല്ല ഇത്. കാരണം ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കിയാൽ മതി. ഒരു 6 മാസം മനക്കെട്ടുണ്ടാക്കിയ കൃഷിയിലൂടെ അൻലോഡും ലോഡൊക്കെ നടന്ന് 10,000 കണക്കിൽ ആൾക്കാർ അരി കയറ്റി അരി ഇറങ്ങി എന്നിട്ട് വീട്ടിലേക്ക് എത്ര പ്രയാസം അരി അങ്ങോട്ട് എത്തിക്കിട്ടാനല്ലേ. അരിക്ക് എത്തിക്കിട്ടാനുള്ള പ്രയാസവും ആ അരി ഉണ്ടാക്കി കിട്ടാനുള്ള പ്രയാസവും ആ പാടത്തിൽ അതിനെ മുളക്കാൻ വേണ്ടി ആ പോത്തിൻ്റെ ബേക്കിൽ കൂടി കാളയുടെ ബേക്കിൽ കൂടി പോയ പോക്കും ഇതൊക്കെ ഇങ്ങോട്ട് ചിന്തിക്കുക. എന്നിട്ട് അവസാനം അരി വന്നു, എവിടേക്കെത്തി? കിച്ചണിലേക്ക് എത്തിയപ്പോൾ 1.5 മണിക്കൂർ നേരം അവിടെയുള്ളതായ ചൂടും പ്രയാസവും അനുഭവിച്ചുകൊണ്ട് സഹോദരിമാരോ സഹോദരന്മാരോ അത് എന്ത് ചെയ്യുന്നു? പാകം ചെയ്യുന്നു. ഈ പാകം ചെയ്ത് ഇതെല്ലാം ചെയ്തു കൂട്ടി ഇത്ര മാസങ്ങൾ പ്രവർത്തിച്ചതായ ഈ ബിരിയാണിയെ, ഈ ഭക്ഷണത്തെ നീ ആസ്വദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 5 മിനിറ്റാണ്, 10 മിനിറ്റാണ്. നീ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നീ അത് നീ പുറത്ത് തള്ളിയാൽ അതിൻ്റെ പേര് ഛർദി എന്നാണ്. ബേക്കിൽ കൂടി
കൂടിയാണ് പോകുന്നതെങ്കിൽ കാഷ്ടമെന്നാണ് പേര്. ബേക്കിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ കാഷ്ടം, മുമ്പിൽ കൂടിയാണ് പുറത്ത് വരുന്നതെങ്കിൽ അത് ഛർദി. ഇതാണ് ദുനിയാവിൽ ഈ 6 മാസം മനക്കെട്ടുണ്ടാക്കിയ അറുസ്. ഒരു ചെറിയൊരു ഉദാഹരണം. ഏത് കാര്യം അങ്ങനെ തന്നെ, ഏത് ദുനിയാവിൻ്റെ കാര്യം. ഇവ നല്ല നല്ല പഴയ മലയാളത്തിൽ കഞ്ചങ്ങും കനവാദിയുള്ള ടിപ്പ് ടോപ്പിൽ ജീവിക്കുന്നതായ ആരോഗ്യത്തിൽ കൂടി ജീവിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവം, അവൻ വയസ്സ് കൂടുമ്പോൾ പഴയ സൗദി അറേബ്യയിലേക്ക് ഞാൻ കടന്നു വന്ന 40, എന്നെക്കുറിച്ച് എനിക്ക് പറയാമല്ലോ, 41 കൊല്ലം മുമ്പ് ഞാൻ സൗദി അറേബ്യയിലേക്ക് കടന്നു വന്നപ്പോൾ ഹജ്ജിന് വേണ്ടി വന്നതായ വേളയിലുള്ളതായ എൻ്റെ ഫോട്ടോ പാസ്പോർട്ടിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഞെട്ടാറുണ്ട്. ഇത് ഞാൻ തന്നെയാണോ? നിങ്ങൾ നോക്കി നിങ്ങളെക്കുറിച്ച്, ഇത് ഞാൻ തന്നെയാണോ? സുബ്ഹാനല്ലാഹ്. പഴയ കാലഘട്ടത്തിലുള്ള നമ്മുടെ ഫോട്ടോ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം നാം ഇപ്പോൾ എവിടെയാണെന്ന്, ഓരോരുത്തർക്കും. ഇത് നമ്മുടെ ശരീരത്തിന്റെ സ്ഥിതിയാണ്. ഇതുപോലെയാണ് ഈ ദുനിയാവിന്റെ സ്ഥിതി. ഇത് സ്ഥിരമായി ആസ്വദിക്കാനുള്ള ഒന്നും ഇവിടെയില്ല. ഇവിടെ ഉള്ളതെല്ലാം ക്ഷയിച്ചു പോകുന്നതാണ്, ഇവിടെ ഉള്ളതെല്ലാം അവസാനിച്ചു പോകുന്നതാണ്. എന്നേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായ സാധനം ഇവിടെ ഇല്ലേ ഇല്ല. അതാണ് റബ്ബ് വാഗ്ദാനം ചെയ്തത്. എന്ത്? നിങ്ങളുടെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും നിങ്ങളുടെ കാത് കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യ ഹൃദയത്തിൽ ഉദിച്ചിട്ടാൽ ഇല്ലാത്തതുമാണ് കൂട്ടരെ. അവിടെയുള്ള സ്വർഗ്ഗലോകം, അവിടെയുള്ള സ്ത്രീകൾ, അവിടെയുള്ള സുഖങ്ങൾ, അവിടെയുള്ള ആഡംബരങ്ങൾ, അവിടെയുള്ള ഭക്ഷണങ്ങൾ, അവിടെയുള്ള പാനീയങ്ങൾ, അതിൻ്റെ ഉടമകളാക്കി അള്ളാഹു നമ്മെ മാറ്റട്ടെ. അതെ. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഈ ദുനിയാവ് മുഴുവനും ഒരു പുഴ. ആ പുഴയിൽ കൂടി ആഖിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകണം. അപ്പോൾ എന്ത് വേണം? സാലിഹൽ അമാല് സുഫനായി മാറണം. അപ്പോൾ അതിൽ കയറാനുള്ള, ആ കടലിൽ, ആ പുഴയിൽ ആഖിറത്തിലേക്ക് പോകാനുള്ള കപ്പലാണ് നമ്മുടെ സബ്ജക്റ്റ് ആകുന്ന ഇബാദത്താക്കി സലഫ് സാലിഹ്യങ്ങൾ മാറ്റിയത് എന്നാണ് കവി പാടിയത്. അപ്പോൾ നാം എന്ത് വേണം? നമുക്ക് വിജയം വേണമോ? ഈ കടലിൽ നിന്നിട്ട് രക്ഷപ്പെടണമോ? മോചിക്കണമോ? എന്നാൽ നാം ചർച്ച ചെയ്യുന്നതായ ആരാധനയിൽ മുഴുകണം. ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കണം. ആരാധന റബ്ബ് പഠിപ്പിച്ച ശൈലിയിൽ, ഖുർആൻ പഠിപ്പിച്ച ശൈലിയിൽ, റസൂല് പ്രവർത്തിച്ച് കാണിച്ചു തന്ന ശൈലിയിൽ പഠിക്കാൻ വേണ്ടി നാം തുനിയണം. അതിനു വേണ്ടി ക്ലാസ്സിൽ വരണം, വരാത്തവരെ കൊണ്ടുവരണം. അതും നമ്മുടെ ബാധ്യതയാണ് എന്ന ബോധവും നമ്മളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ സിഡിയെങ്കിലും എത്തിച്ചു കൊടുക്കണം. സത്യം വ്യാപകമാക്കണം. ഇത് അവൻ എനക്ക് മാത്രമുള്ളതല്ല, എനക്കാണ്, അവനാണ്, അവർക്കാണ്, എല്ലാവർക്കുമാണ്, അവൾക്കാണ്, അവർക്കാണ്, ലോക മുസ്ലിങ്ങൾക്കാണ്, അല്ല മനുഷ്യരാശിക്കാണ് എന്ന ബോധത്തോടുകൂടി പ്രശ്ന മനുഷ്യനായി ജീവിക്കുകയും വേണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട നാം ചർച്ച ചെയ്തുകൊണ്ട് വരുന്നതായ ആ മഹബത്ത്, ഇബാദത്തിന്റെ പരിപൂർണതയ്ക്ക് അനിവാര്യമായ മഹബത്ത്, അല്ല ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ അനിവാര്യമായ മഹബത്ത്, ആ മഹബത്ത് ഹഖീഖിയായ മഹബത്ത്, അത് അള്ളാഹുവിന് മാത്രമുള്ള മഹബത്ത്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധനയുടെ ഇനത്തിൽ പെടുത്തി എന്നത് നാം ഇവിടെ ദശക്കണക്കിൽ പ്രാവശ്യം പഠിച്ചതാണ്. ഒമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹി വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹു അല്ലാത്ത ശക്തികളെ അള്ളാഹിനെ സ്നേഹിക്കും പോലെ സ്നേഹിക്കുന്നുണ്ട് ചിലരിവിടെ. അള്ളാഹ് പറയാണ്, ഞാൻ പറയല്ല. അള്ളാഹിനെ സ്നേഹിക്കും പോലെ മൊയ്തീൻ ശൈഖിനെ അല്ല, അവിടുന്ന് വിട്ടുകടന്നു. എവിടേക്കെത്തി? കപ്പൽ മുങ്ങുമെന്ന് കേൾക്കുമ്പോൾ പണ്ടുള്ള മക്ക കാഫിരീങ്ങൾ, പ്രത്യേകിച്ച് അബൂജഹൽ